കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഇരവിപുരം നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റും കൊല്ലം ജില്ലാ സെക്രട്ടറിയും പള്ളിമുക്ക് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ അൻസാരി അവരുടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കും. ഏകോപന സമിതി ഇരവിപുരം നിയോജക മണ്ഡലം പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും പള്ളിമുക്ക് യൂണിറ്റിൻ്റെ പ്രസിഡന്റുമായ ശ്രീ എ അൻസാരി, നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാം എന്നേറ്റിട്ടുള്ള നമ്മളുടെ ഇരവിപുരം MLA ശ്രീ M നൗഷാദ്, അനുഗ്രഹ പ്രഭാഷണം നടത്താനായി ഇവിടെ എത്തിച്ചേർന്ന ഹാഫിസ് മുജീബ് റഹ്മാൻ ഫൈസാനി, ചീഫ് ഇമാം കൊല്ലൂള്ള മുസ്ലിം ജമാഅത്ത്, കുടുംബസഹായ വിതരണം ഇവിടെ നടത്തുന്ന നമ്മളുടെ ശ്രീമതി പ്രസന്ന ഏണസ്റ്റ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ജോജോ കെ എബ്രഹാം, ജില്ലാ ട്രഷറർ ശ്രീ എസ് കബീർ, കൗൺസിലർ ശ്രീ സജീവ്, ശ്രീമതി ഹംസത്ത് ബീവി, ശ്രീമതി ഇ നസീമ ഷിയാബ്, മെഹർനിസ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ എസ് പളനി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലയുടെ പ്രിയങ്കരായിട്ടുള്ള വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, നമ്മളുടെ മറ്റ് നിയോജക മണ്ഡലം യൂണിറ്റുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഈ കുടുംബസഹായ വിതരണം ഏറ്റുവാങ്ങുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വ്യാപാരി കുടുംബാംഗങ്ങൾ, അനുശോചനം അറിയിക്കുന്നതിനായി പള്ളിമുക്ക് യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ഫസിൽ ആർക്കോയ അവരെ ക്ഷണിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഗായകൻ പി ജയചന്ദ്രൻ, സാംസ്കാരിക നായകനായ MT വാസുദേവൻ നായർ, സ്നേഹപൂർവ്വം കുടുംബാംഗങ്ങളായ ഹാജി MA മജീദ്, പള്ളിമുക്ക് യൂണിറ്റ്, രാജു R മണക്കാട് യൂണിറ്റ്, ചന്ദ്രൻ ഉണ്ണിത്താൻ പരവൂർ യൂണിറ്റ്, സോമൻപിള്ള പുന്തരത്താഴ് യൂണിറ്റ്, K ജോയി ചീരങ്കാവ് യൂണിറ്റ്, മറ്റു വ്യാപാരി വ്യവസായി ബന്ധുക്കൾ എന്നിവർക്ക് യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഒരു ദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിന് പറ്റുന്ന ഒരു അവസരമല്ല ഇത് എന്നുള്ളതുകൊണ്ട് 1-2 വാക്കുകളിൽ ഞാൻ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപാരികളുടെ ഉന്നമനത്തിന് വേണ്ടിയും ഒത്തൊരുമയ്ക്ക് വേണ്ടിയും കൂട്ടായി പരിശ്രമിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത പ്രസ്ഥാനമായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരികളുടെ ഇന്നത്തെ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ് സ്നേഹസ്പർശം എന്ന പദ്ധതി ആരംഭിച്ചത്. ഇന്നത്തെ യുവാക്കളുടെയും മറ്റ് യുവജനങ്ങളുടെയും ഒക്കെ ജീവിത ശൈലികൾ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ ഒരു പ്രായമെത്തി കഴിയുമ്പോൾ അവരുടെ ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി അവർ വല്ലാത്ത കടക്കണിയിലാകുന്ന ഒരവസ്ഥയിലാണ് വ്യാപാരികൾ നിന്നുള്ളത്. ആ അവസ്ഥയിൽ ജീവിതശൈലി രോഗങ്ങളും കൂടി വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അധ്യക്ഷൻ ശ്രീ അൻസാരി സ്വാഗതം ആശംസിച്ച ശ്രീ ഷാനവാസ്, അനുശോചനം രേഖപ്പെടുത്തിയ ശ്രീ ഫസിലാർക്കോയ ആമുഖ പ്രഭാഷണം നടത്തി ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ച് സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ എസ് ദേവരാജൻ, അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്ന ഹാഫിസ് മുജീബ് റഹ്മാൻ ഫൈസാനി, കുടുംബസഹായ വിതരണത്തിനായി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന മേയർ ശ്രീമതി പ്രസന്ന ഏണസ്റ്റ്, അഡ്വക്കേറ്റ് ജോജോ എബ്രഹാം, ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ ട്രഷറി കബീർ, കോർപ്പറേഷൻ കൗൺസിലർ സജീവ്, ശ്രീമതി ഹംസത്ത് ബീവി, അത് രണ്ടുപേരും ഇല്ല, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ പളനി, യൂണിറ്റ് ട്രഷറർ ശ്രീ H നിഹാസ് ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ,
വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറിയ വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്ക് ആ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം വിതരണം ചെയ്യുന്നൊരു പദ്ധതിയാണ്. തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കാൻ, ആത്മവിശ്വാസം പകരാൻ തീർച്ചയായും ഈ പദ്ധതി, വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി ഇവിടെ 10 ലക്ഷം രൂപയാണ് നൽകുന്നത്. മറ്റു പല സംഘടനകളുമുണ്ട്. ഞാൻ പല സംഘടനകളുടെയും ഇതുപോലുള്ള യോഗങ്ങൾക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞത് അതിൽ 5 ലക്ഷം രൂപയാണ്. ഞാൻ അവിടെ എല്ലാം വർത്തമാനം പറഞ്ഞപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഈ പദ്ധതിയെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞ ഒരു ന്യായം എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ ഒരുപാടുണ്ട്, അപ്പം പ്രീമിയം കുറച്ച് മതി. അതതിനൊരു മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ പല സംഘടനകളും 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന വിവിധ സംഘടനകളുണ്ട്. അപ്പോൾ തങ്ങളോടൊപ്പം ഇവിടെ നേരത്തെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തങ്ങൾ ഒറ്റയ്ക്കല്ല, തങ്ങളെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ എപ്പോഴും ഈ സംഘടന കൂടെ ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും പ്രധാനം ആത്മവിശ്വാസമാണല്ലോ. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന് സംഘടനയുടെ ഈ പദ്ധതി വളരെയേറെ ഉപകാരപ്രദവും അംഗങ്ങൾക്ക് ആശ്വാസകരവുമാണ്. ഇപ്പം വ്യാപാരികൾ നേരിടുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് ഇപ്പം ദേവരാജൻ സവിസ്തരം പ്രസംഗിച്ചു. അപ്പോൾ ഈ പറഞ്ഞ ഓൺലൈൻ കച്ചവടത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പ്രസംഗിച്ചു. പക്ഷെ നിങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഞാൻ കുറേ അതിനും വർഷങ്ങൾക്ക് മുമ്പേ ഇത് പ്രസംഗിച്ചയാളാണ്. കാരണം ആഗോളവൽക്കരണം എന്ന് നമ്മൾ കേട്ടപ്പോൾ, ആഗോളവൽക്കരണം എന്നൊരു വാക്ക് ഇപ്പോഴും അത് വേണ്ടത്ര നിങ്ങൾ ഈ വിഷയം പറയുന്നു എന്നുള്ളതല്ലാതെ ഇത് ഏതിൻ്റെ ഭാഗമാണെന്നുള്ളത് പറയുന്നില്ല. അത് ആസിയാൻ കരാറ്, ആഗോളവൽക്കരണം, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുടെ മാർക്കറ്റായി മാറി. ആദ്യ സമയങ്ങളിൽ ഞങ്ങൾ ഇതിനെതിരെ വർത്തമാനം പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞ ഈ മറുവാദങ്ങളുണ്ട്. എന്താണ്? ജപ്പാനിലെ ഉൽപ്പന്നങ്ങൾ അതേ വിലയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഇപ്പൊ കേൾക്കുമ്പോൾ ഒരു സുഖമായിട്ട് തോന്നി. പക്ഷെ ഇവിടുത്തെ എക്കോണമി തകരുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവുകയാണ്. എപ്പോഴും ഒരു എക്കോണമി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടാകണം. അത് റൊട്ടേറ്റ് ചെയ്യപ്പെട്ടിടണം. എങ്കിൽ മാത്രമേ ആ സമൂഹം സാമ്പത്തികമായി ഭദ്രതയിലേക്ക് പോകൂ. ഇതിവിടെ നമ്മളെക്കാൾ ഇവിടെ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനം കിട്ടും. പക്ഷെ വാങ്ങിക്കാൻ പൈസ വേണ്ടേ? അതേസമയം കൂടിയ വിലയ്ക്ക് വില കൂടിയെങ്കിലും വാങ്ങിക്കാൻ ജനങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്. ഏതാണ് ബെറ്റർ? അപ്പോൾ വിലക്കുറവോ കൂടുതലോ അല്ല, ഒരു എക്കോണമി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടെ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി, ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി, ഇറക്കുമതിയിലും മറ്റുമൊക്കെ വരുത്തിയ മാറ്റത്തിൻ്റെ ഭാഗമായി നമ്മുടെ കശുവണ്ടി വ്യവസായമൊക്കെ നേരിടുന്ന സ്ഥിതിവിശേഷം അറിയാമല്ലോ. അതിൻ്റെയൊക്കെ ഭാഗമായി വ്യാപാര മേഖല വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ലൈസൻസ് എടുക്കണം, പ്രൊഫഷണൽ ടാക്സ് കൊടുക്കണം, കറണ്ട് ചാർജ് അടയ്ക്കണം, വാടക കൊടുക്കണം, ഡിപ്പോസിറ്റ് കൊടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് കാണണം, ലോൺ എടുത്തതിന് ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഇതെല്ലാം ചെയ്തിട്ടാണ്. ഓൺലൈനാകുമ്പോൾ ഇതൊന്നും വേണ്ട അല്ലേ? ഈ തരത്തിൽ വ്യാപാരം നടത്തുന്ന വ്യാപാരികളാകെ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. പലപ്പോഴും ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനും കൊടുക്കണം പോലും GST. കാരണം ആദ്യ സമയത്ത് തുടങ്ങുന്ന സമയത്ത് അരിക്കും പയറിനും ഒന്നും GST ഏർപ്പെടുത്തത്തില്ലെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷെ അതിനെല്ലാം ഇപ്പോൾ ഏർപ്പെടുത്തി. അപ്പോൾ
ഒന്ന് പറഞ്ഞ് അതിലേക്ക് എത്തിച്ചിട്ട് അത് തങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ GST നടപ്പിലാക്കുന്നു. ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായും GST ഒറ്റയടിക്കാണ് ഒരു ഉത്തരവ് വഴി അങ്ങ് കൂടുന്നു. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും അതൊരു വാർത്തയേ അല്ല, ഒരു ഇഷ്യൂവേ അല്ല. നിങ്ങളുടെ ഇപ്പം ഇത് ലക്ഷക്കണക്കായ വ്യാപാരികളെ ബാധിക്കുന്ന ഈ പ്രശ്നം ഇവിടുത്തെ മാധ്യമങ്ങൾ എത്രത്തോളം ചർച്ച ചെയ്തു നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ പരിശോധിച്ചുകൊള്ളുക. അവർക്ക് അതൊന്നും വിഷയമേ അല്ല. എന്നാൽ അവർ ഉയർത്തുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധമുള്ളതേ അല്ല. ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്താൻ, ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾ രാജ്ഭവൻ മാർച്ച് നടത്തി അല്ലേ? ഇന്ന് ഡൽഹിയിലേക്കും പോവുകയാണ്. നിങ്ങൾക്ക് മാത്രമേ അറിയൂ, നിങ്ങൾക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. അങ്ങനല്ലല്ലോ വേണ്ടത്. മാധ്യമങ്ങൾ രാജ്യത്തുണ്ടാകുന്ന പുതിയ നിയമങ്ങൾ, അതുവഴി ജനങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ, അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ മാധ്യമങ്ങളുടെ പങ്കാണ്. പക്ഷേ തികച്ചും ഏകപക്ഷീയമായ നിലയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ചിലത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നും അല്ലേ? പക്ഷേ അവനവൻ്റെ കാര്യം പറയുന്നില്ല എന്നുള്ളത് ഓർക്കാറുമില്ല. അപ്പം കേരളത്തിലെ മാധ്യമങ്ങളുടെ ഏകപക്ഷീയമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് വളരെ പെട്ടെന്നാണ് GST. ഇപ്പോൾ പൊതുമരാമത്ത് നമ്മൾ റോഡ് പണി അത് നടത്തുന്ന കോൺട്രാക്ടർമാരുടെ GST 12 ഉള്ളായിരുന്നു, ഒറ്റയടിക്ക് അതങ്ങ് 18 മനവും അറിഞ്ഞില്ല ഒരു ഉത്തരവ്. അതുവഴി ഉണ്ടായ ബുദ്ധിമുട്ട് വേറെ. കാരണം പിന്നെ ചെയ്ത എഗ്രിമെന്റ് വെച്ച വർക്കിനല്ല പിന്നെ 6% എന്ന് പറയുന്നത് ചെറിയ തുകയാണ്. 1 കോടിയുടെ ഒരു വർക്ക് ഉണ്ടെങ്കിൽ 6 ലക്ഷമാണ്. 10 കോടി എടുത്തെങ്കിൽ അവ 60 ലക്ഷം രൂപ അഡീഷണൽ അവൻ വർക്ക് എടുക്കുമ്പോൾ ഉണ്ടായിരുന്നതിന് അഡീഷണൽ കൊടുക്കേണ്ടി വരും. പിന്നെ കേരളത്തിൽ ഇപ്പോൾ അത് കേരള ഗവൺമെന്റ് തന്നെ അങ്ങനെ വരുന്നത് വഹിക്കുന്നുണ്ട് എന്നാലും ജനങ്ങൾക്ക് ലഭിക്കേണ്ട തുകയാണല്ലോ ഈ തരത്തിൽ പോകുന്നത്. അപ്പം വ്യത്യസ്ത മേഖലകളിൽ ഈ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്കും ആ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങളൊക്കെ നടത്തുന്നതിനോടൊപ്പം തങ്ങളോടൊപ്പമുള്ളവരെ ചേർത്ത് നിർത്തി ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ച് ഇന്നും ഫലപ്രദമായി അത് നടത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെയും അതിൻ്റെ ഭാരവാഹികളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് തങ്ങളുടെ നാഥൻ നഷ്ടപ്പെട്ടു എങ്കിലും ഒരു ചെറിയ ആശ്വാസം, ഒന്നും അതിന് പകരമാവില്ല, ഒരിക്കലും അതിന് പകരം ഒരാളിൻ്റെ സഹായം, സാമ്പത്തിക സഹായം കൊണ്ട് നമുക്ക് ഒരിക്കലും കവർ ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷെ ഒരു ആശ്വാസം. അപ്പോൾ തീർച്ചയായും ആ ഒരു ആശ്വാസം നൽകാൻ തയ്യാറായ, ഈ തരത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ തയ്യാറായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട MLA ശ്രീ M. നൗഷാദ്, S. ദേവരാജൻ സാർ, ശ്രീമതി പ്രസന്ന എണസ്റ്റ്, അഡ്വക്കേറ്റ് ജോജോ K. എബ്രഹാം, ശ്രീ S. കബീർ, ശ്രീ അൻസാരി സാഹിബ് തുടങ്ങി വേദിയിലുള്ള ബഹുമാന വ്യക്തിത്വങ്ങൾ, എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹജനങ്ങൾ, അനുഗ്രഹ പ്രഭാഷണം എന്നൊരു തലക്കെട്ടുമായിട്ട് എൻ്റെ പേര് കൊടുത്തു. യഥാർത്ഥത്തിൽ പ്രഭാഷണം നടത്തുന്ന ആൾ അനുഗ്രഹീതനാകുമ്പോഴല്ല അനുഗ്രഹ പ്രഭാഷണമാകുക, മറിച്ച് പറയപ്പെടുന്ന വിഷയം ബഹുമാനമുള്ളതും അനുഗ്രഹീതവുമാകുമ്പോഴാണ് ആ പ്രഭാഷണവും അനുഗ്രഹീത പ്രഭാഷണം എന്ന് വിളിക്കാൻ പറ്റുക. ആ നിലയിൽ ഇവിടെ നടത്തിയ സ്വാഗതം മുതൽ ബഹുമാനപ്പെട്ട MLA വരെയുള്ള ആളുകൾ പറഞ്ഞതെല്ലാം തന്നെ അനുഗ്രഹീത പ്രഭാഷണങ്ങൾ തന്നെയാണ്. ബഹുമാന്യനായിട്ടുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ A. അൻസാരി, ജില്ലാ സെക്രട്ടറി, ഈ സ്നേഹസ്പർശത്തിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത എത്രയും പ്രിയങ്കരനായിട്ടുള്ള ഇതേവരത്തിൻ്റെ MLA ശ്രീ M. നൗഷാദ് അവർ, എൻ്റെ സഹപ്രവർത്തകനും കൊല്ലം കോർപ്പറേഷൻ്റെ കൗൺസിലറുമായിട്ടുള്ള ശ്രീ M. സജീവ്,
ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ചീഫ് ഇമാം ഹാഫിസ് മുജീബ് റഹ്മാൻ ഫൈസാനി അവർ, എത്രയും സ്നേഹം നിറഞ്ഞ സ്വാഗതം ആശംസിച്ച പള്ളി യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ എ ഷാനവാസ്, ഈ വേദിസന്നിധരായിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഉദ്ഘാടകനും അനുഗ്രഹ പ്രഭാഷണവുമെല്ലാം സൂചിപ്പിച്ചതുപോലെ 5 കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുവാനായിട്ട് ഉള്ള പ്രവർത്തനമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തകർ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഈ ചടങ്ങൂടെ സംഘടിപ്പിച്ചതെന്നറിഞ്ഞതിൽ തന്നെ ഏറെ അഭിമാനവും അതുപോലെ തന്നെ ആ കുടുംബങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും നമുക്കൊരു സന്തോഷവുമുണ്ട്. കഷ്ടപ്പെട്ട് ജീവിതത്തിലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്ന ഈ സാഹചര്യത്തിൽ കുടുംബനാഥൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് ആ മാതാവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രമുള്ളപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ളൊരു സഹായം നൽകുവാൻ വേണ്ടി തീരുമാനമെടുത്ത് പ്രവർത്തിച്ച് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഏകദേശം 11 ഘട്ടങ്ങളിലായിട്ട് 55 കുടുംബങ്ങളിലേക്ക് സഹായം എത്തിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികളെ ആദ്യമേ തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 4 കോടിയോളം ചെറുകിട വ്യാപാരികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അവരെ സംബന്ധിച്ച് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാലാകാലങ്ങളുള്ള ഗവൺമെൻറ്റുകൾ, വിശേഷിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒട്ടനവധിയായിട്ടുള്ള വെല്ലുവിളികൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ചെറുകിട വ്യാപാര സമിതികൾ, വ്യാപാര കമ്മിറ്റി അല്ലെങ്കിൽ കച്ചവടക്കാർ മുന്നോട്ട് പോകുന്നത്. അതിലൂടെ നമ്മുടെ ഉദ്ഘാടകർ സൂചിപ്പിച്ചതുപോലെ ആ മേഖലയിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് ഓൺലൈൻ വ്യാപാരമാണ്. നമ്മളെല്ലാം ചെറിയ വാടകയെല്ലാം കൊടുത്ത് കടകളൊക്കെ എടുത്തിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് ആളുകൾ വരേണ്ട കാര്യമില്ല, വീടുകളിൽ സാധനം എത്തുകയാണ്. അപ്പോൾ അത്തരത്തിലേക്ക് ഓൺലൈൻ സംവിധാനം വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പുത്തൻ സാമ്പത്തിക നയം അടിച്ചേൽപ്പിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ. ഇപ്പം GSTയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വ്യാപാരി വ്യവസായ നേതാവ് പറഞ്ഞത് ഈ അടുത്ത സമയത്ത് നമ്മൾ ഒരു വാടകയ്ക്ക് ഒരു കെട്ടിടം എടുത്തു കഴിഞ്ഞാൽ വാടക കൊടുത്താൽ മതി. പക്ഷേ പുതിയ നിയമം വന്നത് അങ്ങനെയല്ല, GST നിങ്ങളടയ്ക്കണം. ഇപ്പോൾ 10,000 രൂപയുടെ റെൻറ്റിന് എടുത്ത കെട്ടിടത്തിന് GST 13%, 18% ആകുമ്പം ആ തുക കൂടി നിങ്ങൾ അടയ്ക്കണം. ഇപ്പോൾ അത് മാറ്റിയെന്നാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, മാറ്റിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോർപ്പറേഷൻ ടാക്സിൻ്റെ വാടകയുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം കോർപ്പറേഷൻ വളരെ ഗൗരവമായി എടുക്കുന്ന മറ്റൊരു വിഷയമുണ്ട്, ഇപ്പോൾ തെരുവ് കച്ചവടം. അപ്പോൾ ഈ ചെറുകിട വ്യാപാരികൾ ചെറിയ കടയൊക്കെ വാടകയ്ക്കെടുത്ത് നിങ്ങൾ ടാക്സ് കൊടുക്കണം, മറ്റ് വൈദ്യുതി, ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോഴാണ് യഥേഷ്ടം വഴിവാണിഭക്കാർ, അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ ആക്ട് അനുസരിച്ച് ആ തെരുവ് കച്ചവടക്കാരെ, വഴിവാണിഭക്കാരെ അവർക്ക് പ്രത്യേക സോൺ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും നല്ല ഒരു തീരുമാനമെടുത്തത് ആദ്യം കോർപ്പറേഷൻ 2014 ഈ വഴിവാണിഭക്കാരുടെ ആ ഒരു തീരുമാനമെടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അന്ന് ഞങ്ങളൊരു കണക്കെടുത്തപ്പം 400 പേരാണ് കോർപ്പറേഷൻ ഉണ്ടായിരുന്ന വഴിവാണിഭക്കാർ. ഇപ്പം ഈ കൗൺസിൽ വന്നതിന് ശേഷം ഞങ്ങളത് അതിൻ്റെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാൻ ശ്രമം നടത്തി. കാരണം എല്ലാ മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ മേവറം മുതൽ ശക്തികുളങ്ങര വരെയും ഇപ്പം നമ്മൾ കിഴക്കോട്ട് നമ്മൾ ചന്ദനത്തോപ്പ് വരെയും അല്ലെങ്കിൽ ഡീസൻ്റ് മുഖവരെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് 1600 പേരുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് കൂടുതൽ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞ ചെറുകിട വ്യാപാരികൾ തന്നെയാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ക്വാളിറ്റിയുള്ള സാധനമാണെന്നാണ് ഞാനിപ്പം വഴിവാണിഭക്കാരനെ തെറി വിളിക്കുന്നത് അറിയാം, ഉള്ള കാര്യം തുറന്നു പറയുകയാണ്. നമ്മൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഇപ്പോൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചാൽ അത് കൊള്ളത്തില്ലെങ്കിൽ അവിടെ ചെല്ലാം. പക്ഷേ ഈ വഴിവാണിഭം നടത്തുന്നവരെ സംബന്ധിച്ച് അവർ കൊള്ളാത്ത സാധനം വിൽക്കുന്നതല്ല, അവർക്കതേ പറ്റത്തുള്ളൂ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇപ്പം പണ്ട് നമ്മൾ കുറച്ച് വില കുറഞ്ഞ സാധനമാണ് കിട്ടുന്നുണ്ട് അവിടെ പോയി വാങ്ങിച്ചത്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഒരു വിലയാണ് വെച്ചേക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. അത് ഒരുവിധം പിടിച്ചു നിർത്താനും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഈ 1600 പേര് ഇപ്പോൾ ലിസ്റ്റ് വന്നത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. വഴിപാടി ഫസ്റ്റത്തെ സംബന്ധിച്ച് പ്രത്യേക സോൺ പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ മാറ്റുന്നതിനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് അല്പമെങ്കിലും ഒരു ആശ്വാസമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ ഇന്നത്തെ നമുക്കറിയാം വിലക്കയറ്റം, അതിരൂക്ഷമായ വിലക്കയറ്റം, അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ഒരു വ്യാപാര സ്ഥാപനമില്ല. നമ്മളെവിടെങ്കിലും വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഈ കച്ചവടത്തിൻ്റെ മിച്ചത്തിൽ നിന്നും വാടക കൊടുക്കുവാനും കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും കഴിയാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് വിഷമങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അതിനെതിരെയൊക്കെ തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായ സമിതികൾ, അതിനെതിരെ ഗവൺമെൻറ്റുകളുടെ ഈ തെറ്റായ സാമ്പത്തിക നയത്തിനും തെറ്റായ നയങ്ങൾക്കുമെതിരെ അല്ലേ നിങ്ങൾ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി അവരിപ്പം ജാഥയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രചരണ പരിപാടികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ചെറുകിട വ്യാപാരികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെ ചെറുക്കുവാനും നിങ്ങളുടെ ഈ മേഖലയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നതിനുമെല്ലാം മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആ പ്രവർത്തനങ്ങളൊപ്പം തന്നെയാണ് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ. അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, സാധാരണ നമുക്ക് ഇത്തരം ക്ഷേമനിധികളുണ്ട്. അപ്പോൾ ക്ഷേമനിധികൾ വ്യാപാരി വ്യവസായ സംബന്ധിച്ച് വലിയ സഹായം കിട്ടുന്നില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ നിങ്ങളുടെ ആ വലിയ മനസ്സ്, അതിന് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഒരു 100 രൂപ വീതം പലവെള്ളം അല്ലേ, പലതുടെയും പെരുവെള്ളം, ഒരു കൊച്ചു ഒരു എമൗണ്ട് നമുക്ക് വലിയ വിഷയമില്ല. 100 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇപ്പം 5 കുടുംബങ്ങൾക്ക് വലിയ താങ്ങായി മാറുകയാണ്. ആ വലിയ ജീവികാരൻ്റെ പ്രവർത്തനത്തിനും ആ മനസ്സിനും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരമായും സംഘടനയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പേര് വിളിക്കുന്ന ക്രമത്തിൽ യൂണിറ്റിൻ്റെ ഭാരവാഹികളും അതുപോലെ തന്നെ മേഖലയുടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ളവർക്കും ആ കുടുംബാംഗങ്ങളോടൊപ്പം വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ MLA ശ്രീ M. നൗഷാദ് അവർ, ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച നമ്മുടെ ജില്ലയുടെ പ്രിയങ്കരനായ S. ദേവരാജൻ സാർ അവർ, ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോജോ കെ അബ്രഹാം, അതുപോലെ തന്നെ ഈ കൊല്ലൂർ പള്ളി ഇമാം, മറ്റ് ജില്ലയുടെ ജനറൽ ട്രഷറർ S. കബീർ അവർ, മറ്റ് വിവിധ യൂണിറ്റിൽ നിന്നെത്തിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ, അതുപോലെ തന്നെ വിവിധ നിയോജക മണ്ഡല യൂണിറ്റുകളിൽ നിന്നെത്തിയ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, കൊല്ലം ജില്ലയുടെ അഭിമാനകരമായ 11ാമത് മരണാനന്തര വിതരണ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.